ചില നക്ഷത്രക്കാർക്ക് വളരെയധികം അവസരങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളും മറ്റും ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം. വിദേശത്തു നിന്നും ധനാഗമം ഉണ്ടാകും. പ്രതിസന്ധികളിൽ സുഹൃത്ത് സഹായം ഉണ്ടാകും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും. ഉപരിപഠനത്തിന് അനുകൂലമായ സമയമാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കർമ്മരംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കുറേ കാലമായി ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടും. വിദ്യാപരമായി മുന്നേറുവാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അസാധാരണമായ വാക്സാമർത്ഥ്യം പ്രകടമാകും. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കുടുംബ സുഖം ഉണ്ടാകും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സൽക്കർമ്മങ്ങൾക്കായി പണം ചിലവഴിക്കും. രാഷ്ട്രീയക്കാർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. പ്രയത്നത്തിന് തക്കവണ്ണം സാമ്പത്തിക ലാഭം ഉണ്ടാകും. ശരീരസുഖം ഉണ്ടാകും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഇൻ്റർവ്യൂകളിൽ വിജയം ഉണ്ടാകും. യാത്രയിൽ നേട്ടം ഉണ്ടാകും. തൊഴിൽ തർക്കങ്ങൾ സമർത്ഥമായി പരിഹരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും. സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ശുഭാപ്തി വിശ്വാസം എല്ലാ കാര്യങ്ങളിലും വെച്ച് പുലർത്തും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. വിദേശത്ത് നിന്നും മനസ്സിന് സന്തോഷം തരുന്ന സന്ദേശങ്ങൾ ലഭിക്കും. ഗൃഹത്തിൽ ബന്ധുസമാഗമം പ്രതീക്ഷിക്കാം. ഉന്നത സ്ഥാനിയിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. സന്താന ഗുണം ഉണ്ടാകും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കഠിനമായ പരിശ്രമത്തിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. മുൻകോപം നിയന്ത്രിക്കണം. ദൈവിക ചിന്ത ഉടലെടുക്കും. അന്യ സ്ത്രീകൾ കാരണം സുഖവും സമാധാനവും അനുഭവത്തിൽ വരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങും. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യും. സഹോദരങ്ങളുമായി തീരുമാനിച്ച് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. ഗാംഭീര്യം പ്രകടിപ്പിക്കും. എല്ലാവരും അനുകൂലമായ രീതിയിൽ പെരുമാറും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ നീങ്ങും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പൂർവിക സ്വത്ത് തിരികെ ലഭിക്കും. ഉല്ലാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അന്യർ മുഖേന സന്തോഷം ലഭിക്കും. ധനലാഭം ഉണ്ടാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സുഹൃത്തുക്കൾ മൂലം വിഷമതകൾ ഉണ്ടാകും. യാത്രാവേളയിൽ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സ്ഥാനമാറ്റം, തരം താഴ്ത്തപ്പെടൽ എന്നിവ അനുഭവത്തിൽ വരും. ആരെയും വിശ്വാസപൂർവ്വം ഒന്നും ഏൽപ്പിക്കരുത്. അടുത്തത് അത്തം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് ലഘുവായ പ്രശ്നങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ബന്ധുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായി ധാരാളം മത്സരങ്ങൾ നേരിടേണ്ടി വരും. ധനച്ചെലവ്, ദൂരയാത്രാ ക്ലേശം, ഉന്നതരിൽ നിന്നും വിഷമകരമായ സംസാരവും പ്രവൃത്തികളും എന്നിവ അനുഭവത്തിൽ വരാം. അടുത്തത് ചോതി നക്ഷത്രമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പൊതുവേദിയിൽ ശോഭിക്കും. മനസ്സിന് സന്തോഷം തരുന്ന സന്ദേശങ്ങൾ ലഭിക്കും. ശത്രുജയം ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ലഭിക്കും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. കുടുംബജീവിതത്തിലെ അതൃപ്തി മാറും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. എല്ലാ രംഗങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്ന ദിവസമായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദൈവിക അനുഷ്ഠാനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദേഹ അരിഷ്ടതകൾക്ക് ശമനമുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. കുടുംബസുഖം ഉണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വാഹനമോ ഭൂമിയോ സ്വന്തമാക്കുവാൻ അവസരം ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അനുകൂലമായ വിവാഹബന്ധം വന്നു ചേരും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സഹപ്രവർത്തകരുടെ ആനുകൂല്യം വർദ്ധിക്കും. ദാമ്പത്യ കലഹം അവസാനിക്കും. കുടുംബാന്തരീക്ഷം ശാന്തമാകും. യാത്രകൾ ആവശ്യമായി വരും. കലാമത്സരങ്ങളിൽ വിജയിക്കും. അംഗീകാരവും യാത്രാഗുണവും ഉണ്ടാകും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. എതിരാളികളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ദേഹാരിഷ്ടതകൾക്ക് കുറവുണ്ടാകും. താൽക്കാലിക ജോലി സ്ഥിരമാകും. പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം.
കൃഷിക്കാർക്ക് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുമതി ലഭിക്കും. കീർത്തി, പദവി എന്നിവ അനുഭവത്തിൽ വരും. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിക്കും. നിർണായകമായ നിമിഷങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം. കുടുംബസ്വത്ത് അനുഭവ യോഗത്തിൽ വന്നു ചേരും. അടുത്തത് ചതയം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളിലും ബന്ധുസഹായം ഉണ്ടാകും. മാതാവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും. അടുത്തത് പൂരോരുട്ട നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായ മേലധികാരികളിൽ നിന്നും ചില വിഷമതകൾ ഉണ്ടാകും. ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. പ്രതീക്ഷിച്ച അംഗീകാരം കൈവിട്ടു പോകുന്ന അവസ്ഥ വരും. സ്ത്രീകൾ കാരണം അസ്വസ്ഥത ഉണ്ടാകും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം. പാരമ്പര്യ സ്വത്തിനെ ചൊല്ലി തർക്കമുണ്ടാകാൻ ഇടയുണ്ട്. പ്രഭാതം പിന്നിട്ടാൽ എല്ലാ വിധത്തിലുള്ള സുഖാനുഭവങ്ങളും ഇഷ്ടഭക്ഷണ ലബ്ധിയും സാധ്യമാകുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയും. സന്താനങ്ങളിലെ വിവാഹ കാര്യങ്ങളിൽ പ്രതികൂലമായ തീരുമാനം ഉണ്ടാകും. അന്യദേശവാസം, ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ എന്നിവ ഉണ്ടാകും. ആരോഗ്യപരമായി കരുതൽ വേണ്ട ദിവസം കൂടിയാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.